Good morning, students. How are you? Are you fine? Okay, test paper ഒക്കെ ഇനി വന്നല്ലേ? എന്നാ ടെസ്റ്റ് പേപ്പർ മൺഡേ തൊട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുക അല്ലേ? നമ്മളെ പോർഷൻ എല്ലാം തീർന്നിരിക്കുകയാണ്. മിസ് ഇന്ന് നമുക്ക് ഈ ടെസ്റ്റ് പേപ്പറിനുള്ള പോർഷനൊക്കെ ഒന്ന് റിവിഷൻ ചെയ്യുകയാണ് കേട്ടോ. ഏതൊക്കെ ചാപ്റ്ററാണ് പറഞ്ഞേക്കുന്നത്? ചാപ്റ്റർ 4, ചാപ്റ്റർ 5, 6 ആൻഡ് 7 അല്ലേ? 4 ലെസൺ ഉണ്ട് കേട്ടോ. ചാപ്റ്റർ 4 നമുക്കിപ്പോൾ ആദ്യം നോക്കാം. ഏതാണ് ചാപ്റ്റർ 4? ഔട്ട്പുട്ട് ഡിവൈസ് കേട്ടോ. ചാപ്റ്റർ 4 ഔട്ട്പുട്ട് ഡിവൈസ്. ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ളതിന്റെ ആൻസർ ആണ്. എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ്? എന്താണ് ഔട്ട്പുട്ട് ഡിവൈസ്? ഔട്ട്പുട്ട് ഡിവൈസിന്റെ ഡെഫിനിഷൻ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ദാറ്റ് ഷോസ് ദ റിസൾട്ട് എൻറ്റേർഡ് ഇൻ ദി കമ്പ്യൂട്ടർ. ഔട്ട്പുട്ട് ഡിവൈസ് ഈസ് എ പാർട്ട് ഓഫ് എ കമ്പ്യൂട്ടർ ദാറ്റ് ഷോസ് ദ റിസൾട്ട് എൻറ്റേർഡ് ഇൻ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന്റെ ഒരു പാർട്ടാണ്. അതെന്താണ് കാണിച്ചു തരുന്നത്? ഷോസ് ദ റിസൾട്ട് എൻറ്റേർഡ് ഇൻ ദി ഡേറ്റ എൻറ്റേർഡ് ഇൻ ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഡേറ്റ എൻ്റർ ചെയ്യുന്നതിന്റെ റിസൾട്ട് ഷോ ചെയ്യുന്ന ഒരു പാർട്ടാണ് ആര്? ഔട്ട്പുട്ട് ഡിവൈസ്. എക്സാമ്പിൾ ആരൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്പീക്കർ കേട്ടോ. 3 എണ്ണം മെയിൻ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഡിവൈസിനുള്ള എക്സാമ്പിൾ ആരൊക്കെയാണ്? മോണിറ്റർ, പ്രിന്റർ ആൻഡ് സ്പീക്കർ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഔട്ട്പുട്ട് ഡിവൈസ്. ഔട്ട്പുട്ട് ഡിവൈസ് ആരൊക്കെയാണ്? മോണിറ്റർ. മോണിറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മോണിറ്റർ ഈസ് യൂസ് ടു ഡിസ്പ്ലേ എന്താണ്? ഡിസ്പ്ലേസ് ദ ടെക്സ്റ്റ്, ഇമേജസ് ആൻഡ് ഡേറ്റാസ്. യു ടൈപ്പ് ഇൻ ദി കീബോർഡ്. കീബോർഡിൽ ടൈപ്പ് ചെയ്യുന്ന ഡേറ്റാസ് ഡിസ്പ്ലേ ചെയ്യും. അതുപോലെ പിക്ചേഴ്സ്, ഇമേജസ് ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് ഔട്ട്പുട്ട്. ഇറ്റ് ഈസ് ലുക്ക് ലൈക്ക് ടെലിവിഷൻ. ആരെ പോലെ ഇരിക്കുന്നത്? ടെലിവിഷനെ പോലെയാണ് മോണിറ്റർ ഇരിക്കുന്നത് കേട്ടോ. ദ ഡേറ്റ ഡിസ്പ്ലേ ഓൺ ദ മോണിറ്റർ ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി. മോണിറ്ററിൽ ഇങ്ങനെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതിന് വിളിക്കുന്ന വേറൊരു പേരാണെന്ത്? സോഫ്റ്റ് കോപ്പി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസ് എന്താണ്? പ്രിന്റർ കേട്ടോ. പ്രിന്റർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പ്രിന്റ്, ടേക്ക് പ്രിന്റ് ഔട്ട് ഓൺ പേപ്പർ. പ്രിന്റ് ഔട്ട് പേപ്പറിൽ എടുക്കാൻ വേണ്ടിയാണ് ആരെ യൂസ് ചെയ്യുന്നത്? പ്രിന്ററിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ത്രൂ ദ പ്രിന്റർ ഈസ് കോൾഡ് ഹാർഡ് കോപ്പി. പ്രിന്റർ റിസൾട്ട് കിട്ടുന്നതിന് വിളിക്കുന്ന വേറൊരു പേരാണെന്ത്? ഹാർഡ് കോപ്പി. അടുത്ത ഔട്ട്പുട്ട് ഡിവൈസ് ആരാണ്? സ്പീക്കർ കേട്ടോ. പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു. സ്പീക്കർ ഈസ് യൂസ്ഡ് ഫോർ ലിസണിങ് സോങ്സ് ആൻഡ് അതർ സൗണ്ട്സ്. സൗണ്ട് കേൾക്കാനും പാട്ട് കേൾക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ആര്? സ്പീക്കർ. ഓക്കെ, പിന്നെ ഫില്ലിംഗ് ദ മിസ്സിംഗ് ലെറ്റർ ആണ്. പ്രിന്ററിന്റെ സ്പെല്ലിംഗ് പഠിക്കണം. ഔട്ട്പുട്ട് ഡിവൈസ്, പിന്നെ സോഫ്റ്റ് കോപ്പി, ഇതിന്റെയൊക്കെ സ്പെല്ലിംഗ് കാണാൻ പഠിക്കണം കേട്ടോ. പിന്നെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയാം മിസ്. ഡാഷ് ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. മോണിറ്റർ ആണ് അവിടെ തന്നേക്കുന്നത്. മോണിറ്റർ ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ്. ഡാഷ് ഈസ് യൂസ് ടു ലിസണിങ് സോങ്സ്. സോങ്സ് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആരാണ്? സ്പീക്കർ. ദ റിസൾട്ട് ഒബ്റ്റെയിൻഡ് ത്രൂ ദ ഡാഷ് ഈസ് കോൾഡ് ഹാർഡ് കോപ്പി. റിസൾട്ട് ഒബ്റ്റെയിൻഡ് ഫ്രം ദ പ്രിന്റർ ഈസ് കോൾഡ് ഹാർഡ് കോപ്പി. ഓക്കെ, പിന്നെ മോണിറ്റർ ഈസ് ലുക്ക് ലൈക്ക് ഡാഷ്. മോണിറ്റർ ആരെ പോലെ ഇരിക്കുന്നത്? ടെലിവിഷൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. 4th ലെസൺ ഔട്ട്പുട്ട് ഡിവൈസ്. ഇനി അടുത്ത് നോക്കിയ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. 5th ലെസൺ കേട്ടോ. വേർ ഡു വി യൂസ് കമ്പ്യൂട്ടേഴ്സ്? എവിടെയൊക്കെയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? എവിടെയൊക്കെയാണ്? സ്കൂൾസ് ആൻഡ് കോളേജസ്. ഫസ്റ്റ് എവിടെയാണ്? സ്കൂൾസ് ആൻഡ് കോളേജസ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആൻഡ് എയർപോർട്ട്സ്. പിന്നെ ഹോസ്പിറ്റൽസ്. പിന്നെ ബാങ്ക്സ്, ഓഫീസസ്, സയന്റിഫിക് റിസർച്ച് സെന്റേഴ്സ് ആൻഡ് അതർ പ്ലേസസ് കേട്ടോ. അപ്പൊ എവിടെയൊക്കെയാണ്? സ്കൂൾസ് ആൻഡ് കോളേജസ്, റെയിൽവേ സ്റ്റേഷൻ ആൻഡ് എയർപോർട്ട്സ്, ഹോസ്പിറ്റൽസ്, ബാങ്ക്സ്, ഓഫീസസ് ആൻഡ് സയന്റിഫിക് റിസർച്ച് സെന്റേഴ്സ്. ഓക്കെ, ഇനി സ്കൂൾസ് ആൻഡ് കോളേജസിൽ എന്തിനാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ സ്കൂൾസ് ആൻഡ് കോളേജസ് ഫോർ ടീച്ചിങ് പർപ്പസ്. ടീച്ചിങ് പർപ്പസ് പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ യൂസ് ചെയ്യും. പിന്നെ മേക്കിംഗ് ടൈം ടേബിൾസ്, ടൈം ടേബിൾ മേക്ക് ചെയ്യാൻ. മെയിൻറ്റെയിനിങ് ഫീസ് റെക്കോർഡ്സ്, ഫീസ് കളക്ട് ചെയ്യാനും ഒക്കെ ആരെ യൂസ് ചെയ്യും? കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. ഓക്കെ, റെയിൽവേ സ്റ്റേഷൻ ആൻഡ് എയർപോർട്ട്സ്. റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട്സിലും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ബുക്കിംഗ്, ഫോർ ബുക്കിംഗ് ടിക്കറ്റ്സ്. ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ് എവിടെ യൂസ് ചെയ്യുന്നത്? റെയിൽവേ സ്റ്റേഷനിലും എയർപോർട്ട്സിലും ആരെ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നത്. ദെൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽസ് ആർ യൂസ്ഡ് കമ്പ്യൂട്ടേഴ്സ് ഫോർ എന്താണ്? കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് പേഷ്യൻസ്. പിന്നെ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് സ്റ്റോർ ചെയ്യും. പിന്നെ ഡോക്ടേഴ്സ് ആൻഡ് സ്റ്റാഫ് മെമ്പേഴ്സ്, അവിടെയുള്ള ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെയും സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ആര് സ്റ്റോർ ചെയ്യും? കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യും. They help doing lots of medical text and performing operations. മെഡിക്കൽ ടെസ്റ്റുകളും ഓപ്പറേഷനും ഒക്കെ ആര് കണ്ടക്ട് ചെയ്യും? കമ്പ്യൂട്ടറിൽ കൂടെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. ഇനി ബാങ്കില് എന്തിനാ ബാങ്കിൽ യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഇൻ ബാങ്ക് ഫോർ കൗണ്ടിങ് മണി. കാശൊക്കെ പെട്ടെന്ന് എണ്ണി തീർക്കാൻ വേണ്ടിയാണ് ബാങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് കേട്ടോ. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ടു കൺട്രോൾ ദ ഫംഗ്ഷൻ ഓഫ് ATM മെഷീൻ. അതുപോലെ കമ്പ്യൂട്ടറാണ് ATM മെഷീന്റെ ഫംഗ്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ATMന്റെ ഫുൾ നെയിം എന്താണ്? ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ കേട്ടോ.
ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോൾ ചെയ്യാനും ഒക്കെ ATM മെഷീൻ നമ്മൾ യൂസ് ചെയ്യും കേട്ടോ. മണി ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോൾ ചെയ്യാനും ആരെ യൂസ് ചെയ്യും? ATM മെഷീൻ യൂസ് ചെയ്യും. അതിന് ഓഫീസിൽ എന്തിനാ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? കീപ് ദ റെക്കോർഡ്സ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ്. അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന്റെ മുഴുവനും ഡീറ്റെയിൽസ് എവിടെ സ്റ്റോർ ചെയ്യും? കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യും. അതുപോലെ സെൻഡിങ് ഇമെയിൽസ് ആൻഡ് റൈറ്റിംഗ് ഡോക്യുമെന്റ്സ് ഒക്കെ റൈറ്റ് ചെയ്യാനും ലെറ്റർ ടൈപ്പ് ചെയ്യാനും സെൻഡിങ് ഇമെയിൽ സെൻഡ് ചെയ്യാനും ഒക്കെ ഓഫീസിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. ഓക്കെ. ആൻഡ് ഓൾസോ യൂസ്ഡ് മീറ്റിംഗ് ഫോർ പ്രസന്റേഷൻ. മീറ്റിംഗ് സബ്മിറ്റ് ചെയ്യാൻ, പ്രസന്റേഷനിലൂടെ മീറ്റിംഗ് സബ്മിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. സയന്റിഫിക് റിസർച്ച് സെൻട്രൽ കമ്പ്യൂട്ടർ എന്തിനാണ്? സയന്റിഫിക് റിസർച്ച് ഹെൽപ്സ് വെദർ ഫോർകാസ്റ്റിംഗ്. കാലാവസ്ഥ നിരീക്ഷണത്തിന് യൂസ് ചെയ്യും. ലോഞ്ചിങ് റോക്കറ്റ് വിക്ഷേപണത്തിനും സാറ്റലൈറ്റ് വിക്ഷേപണത്തിനും ഒക്കെ ആരെ യൂസ് ചെയ്യും? കമ്പ്യൂട്ടർ യൂസ് ചെയ്യും. അതർ പ്ലേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ്? മാൾസ് ആൻഡ് റീറ്റെയിൽ ഷോപ്സ് എന്തിനാ? ജനറേറ്റിംഗ് ബിൽസ്. മാൾസിലും റീറ്റെയിൽ ഷോപ്സിലും ഒക്കെ ബില്ല് റെഡിയാക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യും. പിന്നെ സിനിമാ ഹോളിലും അമ്യൂസ്മെന്റ് പാർക്കിലും ഒക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റിൽ എന്താണ്? റൂം ബുക്കിങ്ങിന് വേണ്ടി കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യും. ഓർഡർ ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടി കേട്ടോ. ഓൾസോ യൂസ്ഡ് പ്ലേ ഫോർ കമ്പ്യൂട്ടർ ഗെയിംസ് കളിക്കാൻ കമ്പ്യൂട്ടറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. വേർ ഡു വി യൂസ് കമ്പ്യൂട്ടേഴ്സ്? ഏതൊക്കെ പ്ലേസിലാണ്? 4 പ്ലേസ് പറഞ്ഞേ. ഏതൊക്കെയാണ്? സ്കൂൾ, പിന്നെ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഓഫീസ് ആൻഡ് ഹോസ്പിറ്റൽ. 4 പ്ലേസ്. വൈ ഡു വി യൂസ് കമ്പ്യൂട്ടർ ഇൻ ഓഫീസ്? എന്തിനു വേണ്ടി ഓഫീസ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? കീപ് ദ റെക്കോർഡ്സ് ഓഫ് ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് writing documents and sending emails and also conduct a presentation for meeting presentation ഒക്കെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ why do we use computer in bank? ബാങ്കിൽ എന്തിനാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? In banks computers are used for counting money. മെയിൻ ആയിട്ട് എന്താണ്? കൗണ്ടിങ് മണി ആൻഡ് ATM ഫംഗ്ഷൻ ആരാ ചെയ്യുന്നത്? കമ്പ്യൂട്ടറാണ് കേട്ടോ. ATM ഫംഗ്ഷൻ ഓഫ് ATM. ഇനി fill in the blanks പറഞ്ഞേ. Dash is used in cinema halls. Computer is used in cinema halls for booking tickets. Computers are used in dash to keep records of patients. Hospital കേട്ടോ. കമ്പ്യൂട്ടർ എവിടെ യൂസ് ചെയ്യും? ഹോസ്പിറ്റലിൽ പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ് ഇൻ ബാങ്ക് ഫോർ കൗണ്ടിങ് ഡാഷ്. ബാങ്കിൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? കൗണ്ടിങ് മണി. ഇൻ മാൾസ് കമ്പ്യൂട്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ജനറേറ്റിംഗ് ഡാഷ്. മാൾസിൽ എന്തിനു വേണ്ടിയാ? ബിൽസ്. പിന്നെ ഇത് മാച്ച് ദ ഫോളോയിങ് നോക്കി പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഓഫീസിൽ എന്താണ്? കീപ്പ് എംപ്ലോയീസ് റെക്കോർഡ്. സ്കൂളിൽ എന്താണ്? ടീച്ചിങ് പർപ്പസ്. റെയിൽവേ സ്റ്റേഷൻ എന്താണ്? ബുക്കിംഗ് ടിക്കറ്റ്സ്. ബാങ്കിൽ എന്തിനാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്? കൗണ്ടിങ് മണി. ഷോപ്സിൽ എന്താണ്? ജനറേറ്റിംഗ് ബിൽസ്. ഓക്കെ. ആ ലെസൺ നമുക്ക് തീർന്നു. ഇനി അടുത്ത് നോക്കിയേ. MS പെയിന്റ്. വാട്ട് ഈസ് MS പെയിന്റ്? ചാപ്റ്റർ 6 ആണ്. മൈക്രോസോഫ്റ്റ് പെയിന്റ് ഓർ ഡ്രോയിങ് ഈസ് എ ഡ്രോയിങ് പ്രോഗ്രാം. വരയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് MS പെയിന്റ്. ഹൗ ടു സ്റ്റാർട്ട് MS പെയിന്റ്? എങ്ങനെയാണ് MS പെയിന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ, പോയിന്റ് ടു പ്രോഗ്രാംസ്, ടേക്ക് ആക്സസറീസ് ആൻഡ് ക്ലിക്ക് MS പെയിന്റ്. എങ്ങനെയാണ്? ക്ലിക്ക് ഓൺ സ്റ്റാർട്ട് ബട്ടൺ ആൻഡ് സെലക്ട് പ്രോഗ്രാംസ് ആൻഡ് സെലക്ട് accessories and select programs, select accessories and take എന്താണ്? പെയിന്റ്. ഓക്കെ. MS പെയിന്റിന്റെ പാർട്സ് എന്തൊക്കെയാണ്? ടൂൾ ബോക്സ്, കളർ ബോക്സ്, ഡ്രോയിങ് ഏരിയ ആൻഡ് ക്ലോസ് ബട്ടൺ കേട്ടോ. പാർട്സ് ഏതൊക്കെയാണ്? ടൂൾ ബോക്സ്, ക്ലോസ് ബട്ടൺ, ഡ്രോയിങ് ഏരിയ ആൻഡ് കളർ ബോക്സ്. ഇനി ഡ്രോയിങ് ഏരിയ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ സെന്റർ. ഡ്രോയിങ് ഏരിയ എവിടെയാണ്? സെന്ററിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഈസ് എ വൈറ്റ് ഏരിയ ആൻഡ് ഇറ്റ് ഈസ് ദ ബിഗസ്റ്റ് ഏരിയ ഓഫ് ദ പെയിന്റ് വിൻഡോ. പെയിന്റ് വിൻഡോയുടെ ഏറ്റവും വലിയ ഏരിയയാണ്. കളർ ബോക്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? കളർ ബോക്സ് ഈസ് ലൊക്കേറ്റഡ് ബിലോ ദ ഡ്രോയിങ് ഏരിയ. ഡ്രോയിങ് ഏരിയയ്ക്ക് താഴെയായിട്ടാണ്. ഇറ്റ് ഹാസ് മെനി കളേഴ്സ് കേട്ടോ. ഇഷ്ടംപോലെ കളറുകളൊക്കെ ഉണ്ട്. ടൂൾ ബോക്സ് എന്താണ്? കളക്ഷൻ ഓഫ് വേരിയസ് ടൂൾസ്. ടൂൾ ബോക്സിൽ ഒരുപാട് ടൂൾസ് ഉണ്ടാവും കേട്ടോ. ഏതൊക്കെ ടൂൾസ് ആവാം? പെൻസിൽ, റബ്ബർ, ലൈൻ, ബ്രഷ്, സർക്കിൾ എക്സെട്ര. ഓക്കെ. പിന്നെ ടൂൾസ് ഓരോന്നിനും പറഞ്ഞേക്കാണ്. ഫിൽ വിത്ത് കളർ എന്തിനു യൂസ് ചെയ്യുന്നു? ബ്രഷ് ടൂൾ എന്തിനു യൂസ് ചെയ്യുന്നു? ലൈൻ ടൂൾ എന്തിനു യൂസ് ചെയ്യുന്നു? എന്തിനു വേണ്ടിയാണ്? പെൻസിൽ ടൂൾ എന്തിനാണ്? പെൻസിൽ വെച്ച് വരയ്ക്കുന്ന പോലെ വരയ്ക്കാൻ. പിന്നെ ഫിൽ വിത്ത് കളർ എന്തിനു വേണ്ടിയാണ്? കളർ ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ബ്രഷ് ടൂൾ എന്താണ്? ബ്രഷ് വെച്ച് വരയ്ക്കുന്ന പോലെ വരയ്ക്കാൻ. ലൈൻ ടൂൾ എന്തിനാണ്? ഡ്രോ ലൈൻ. ഇറസർ ടൂൾ എന്തിനാണ്? യൂസ് ടു ഇറസ് ഡ്രോയിങ് ഒരേ പാർട്ട് തുടയ്ക്കാൻ വേണ്ടിയാണ് ഇറസർ ടൂൾ. ടെക്സ്റ്റ് ടൂൾ എന്തിനാണ്? യൂസ് ടു റൈറ്റ് ABCD ലെറ്റേഴ്സ് ഒക്കെ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യും. റെക്ടാങ്കിൾ ടൂൾ എന്തിനാണ്? യൂസ് ടു ഡ്രോ റെക്ടാങ്കിൾ വരയ്ക്കാൻ. എലിപ്സ് ടൂൾ എന്താണ്? യൂസ് ടു ഡ്രോ സർക്കിൾ വരയ്ക്കാൻ വേണ്ടി എലിപ്സ് ടൂൾ യൂസ് ചെയ്യും. എയർ ബ്രഷ് ടൂൾ എന്താണ്? സ്പ്രേ ദ കളർ സ്പ്രേ ചെയ്യാൻ വേണ്ടി എയർ ബ്രഷ് ടൂൾ. റൗണ്ടഡ് റെക്ടാങ്കിൾ എന്തിനാണ്? റൗണ്ടഡ് കോർണർ റെക്ടാങ്കിൾ വരയ്ക്കാൻ വേണ്ടി. ഓക്കെ. MS പെയിന്റിനകത്തിൽ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ക്ലോസ് ബട്ടൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ഓക്കെ.
അവിടെ അതിൻ്റെയൊക്കെ പാഠം നിന്നിട്ട് അതിൻ്റെ പേരൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് ലെസൺ. എന്താണ് ലാസ്റ്റ് ലെസൺ? ടേക്കിംഗ് കെയർ ഓഫ്. അതിന്റെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്ന് നോക്കിക്കണേ. MS പെയിന്റിന്റെ ഡാഷ് ടൂൾ ഈസ് യൂസ് ടു ഡ്രോ സർക്കിൾസ്. സർക്കിൾ വരയ്ക്കാൻ ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? എലിപ്സ് ടൂൾ കേട്ടോ. ദ ഡാഷ് ഏരിയ ഇസ് ദ ബിഗസ്റ്റ് ഏരിയ ഓഫ് ദ പെയിന്റ് വിൻഡോ. പെയിന്റ് വിൻഡോയുടെ ഏറ്റവും വലിയ ഏരിയ ആരാണ്? ഡ്രോയിങ് ഏരിയ കേട്ടോ. ദ ടൂൾ ബോക്സ് കണ്ടെയ്ൻസ് വേരിയസ് ഡാഷ്. ടൂൾ ബോക്സ് വേരിയസ് ടൂൾസ് ഉണ്ടാവും. ടൂൾസ്. ദ മെയിൻ പാർട്ട് ഓഫ് പെയിന്റ് വിൻഡോ ആർ ഡ്രോയിങ് ഏരിയ ആൻഡ് ടൂൾ ബോക്സ്, കളർ ബോക്സ്. ഏതൊക്കെയാണ്? ഡ്രോയിങ് ഏരിയ, ടൂൾ ബോക്സ് ആൻഡ് കളർ ബോക്സ്. ഡാഷ് ടൂൾ യൂസ് ടു ഡ്രോ ലൈൻസ്. ലൈൻ വരയ്ക്കാൻ വേണ്ടി ഏത് ടൂളാണ് യൂസ് ചെയ്യുന്നത്? ലൈൻ ടൂൾ. ഇനി മാച്ച് ദ ഫോളോയിങ് പറയണേ. റെക്ടാംഗിൾ എന്തിനു വേണ്ടിയാണ്? ടു ഡ്രോ സ്ക്വയർ ഷേപ്പ് വരയ്ക്കാൻ. ഇറേസർ ടൂൾ എന്തിനു വേണ്ടിയാണ്? ടു ഇറേസ് ഡ്രോയിങ്. എയർ ബ്രഷ് ടൂൾ എന്തിനാണ്? സ്പ്രേ കളർ ഇൻ യുവർ പെയിന്റിങ്. പിന്നെ പെൻസിൽ ടൂൾ എന്തിനു വേണ്ടിയാണ്? ടു ഡ്രോ ഫ്രീ ഹാൻഡ് പെയിന്റിങ്. ഫ്രീ ഹാൻഡ് ആയിട്ട് പെയിന്റ് ചെയ്യാൻ വേണ്ടി. എലിപ്സ് ടൂൾ എന്താണ്? ടു ഡ്രോ സർക്കിൾ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചാപ്റ്റർ 6 പെയിന്റ്. ലാസ്റ്റ് ലെസൺ നോക്കാം. എന്താണ്? ചാപ്റ്റർ 7 ടേക്കിംഗ് കെയർ ഓഫ് കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, സം ഡൂസ് ആൻഡ് ഡൂ നോട്ട്സ്. നമ്മൾ കമ്പ്യൂട്ടർ ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡൂസ് ആദ്യം പറയുന്നത്. പുട്ട് യുവർ ഷൂസ് ഔട്ട്സൈഡ് കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബിന് വെളിയിലിടണമെന്ന് ഷൂസ്. പുട്ട് യുവർ ഷൂസ് ഔട്ട്സൈഡ് ദ കമ്പ്യൂട്ടർ ലാബ്. അടുത്തെന്താണ്? ഓൾവേസ് കവർ കമ്പ്യൂട്ടർ ആഫ്റ്റർ യൂസ്. ആവശ്യം കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം? കവർ ചെയ്ത് വെക്കണം. ക്ലീൻ യുവർ കമ്പ്യൂട്ടർ വിത്ത് സോഫ്റ്റ് ആൻഡ് ഡ്രൈ ക്ലോത്ത്. നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴും സോഫ്റ്റ് ആയിട്ട്, കട്ടി കുറഞ്ഞ ഡ്രൈ ആയിട്ട് ഉണങ്ങിയ തുണി വെച്ച് മാത്രമേ തുടയ്ക്കാൻ പാടുള്ളൂ. പ്രസ് കീബോർഡ് കീ സോഫ്റ്റ്ലി. കീബോർഡ് കീ സോഫ്റ്റ് ആയിട്ട് ടച്ച് ചെയ്യണം, ആഞ്ഞിട്ട് അടിക്കരുത്. കീപ് ദ കമ്പ്യൂട്ടർ ടേബിൾ ക്ലീൻ ആൻഡ് ടൈഡി. കമ്പ്യൂട്ടർ ടേബിൾ ക്ലീൻ ആയിരിക്കണം, ഉണങ്ങിയതായിരിക്കണം. ഓൾവേസ് ടേക്ക് ഹെൽപ്പ് യുവർ ടീച്ചർ വിത്ത് ഇൻ ദ കേസ് ഓഫ് എനി ഡൗട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കണം. ഈ കമ്പ്യൂട്ടറിൽ ഡൂ നോട്ട്സ് എന്തൊക്കെയാണ്? ചെയ്താത്ത കാര്യങ്ങൾ. ഡു നോട്ട് മേക്ക് നോയ്സ് ഇൻ കമ്പ്യൂട്ടർ ലാബ്. കമ്പ്യൂട്ടർ ലാബിൽ ഒരിക്കലും ബഹളം വെക്കരുത്. ഡു നോട്ട് ടച്ച് കമ്പ്യൂട്ടർ വിത്ത് വെറ്റ് ആൻഡ് ഡർട്ടി ഹാൻഡ്സ്. നനവുള്ളതും ചെളി വരേണ്ടതുമായ കൈ വെച്ച് ആരെ ടച്ച് ചെയ്യരുത്? കമ്പ്യൂട്ടറിനെ ടച്ച് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് പ്ലേ അറൌണ്ട് കമ്പ്യൂട്ടർ ടേബിൾ. കമ്പ്യൂട്ടർ ടേബിളിന് ചുറ്റും കിടന്ന് കളിക്കരുത്, ഓടരുത്. ഡു നോട്ട് സിറ്റ് വെരി ക്ലോസ് ടു ദ കമ്പ്യൂട്ടർ സ്ക്രീൻ. കമ്പ്യൂട്ടർ സ്ക്രീനിന് തൊട്ടടുത്ത് കണ്ണുകൊണ്ട് വെച്ചിരുന്ന് നോക്കാൻ പാടില്ല. ഡു നോട്ട് ഈറ്റ് ഓൺ ദ കമ്പ്യൂട്ടർ ടേബിൾ. കമ്പ്യൂട്ടർ ടേബിളിൽ വെച്ച് ആഹാരം കഴിക്കരുത്. ഡു നോട്ട് ഹാം ദ കമ്പ്യൂട്ടർ വിത്ത് ഹാർഡ് ഒബ്ജക്ട്സ്. കട്ടിയുള്ള വസ്തുക്കൾ എടുത്ത് കമ്പ്യൂട്ടറിനെ തല്ലുകയൊന്നും ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വർഷത്തെ 4 ലെസൺ മിസ് ഇപ്പോൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൾ മീ. എന്തെങ്കിലും ഡൗട്ട് ഇനി 4 ലെസണിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിച്ചു ചോദിക്കുക കേട്ടോ. എല്ലാം ഭംഗിയായിട്ട് പഠിക്കുക. ടെക്സ്റ്റിൽ എഴുതിയേക്കുന്ന കാര്യങ്ങളും നോട്ട്ബുക്കിൽ തന്നേക്കുന്ന കാര്യങ്ങളും ഭംഗിയായിട്ട് എല്ലാവരും പഠിച്ച് എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കണം എക്സാമിന്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനെ വിളിക്കുക. എല്ലാവർക്കും മിസ്സിൻ്റെ ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.